ലൈംഗിക പീഡന കേസിൽ ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി.എസ്. ചന്ദ്രശേഖരന്റെ അറസ്റ്റ് തടഞ്ഞു കോടതി. സെപ്റ്റംബർ 3 വരെയാണ് അറസ്റ്റ് തടഞ്ഞത്. എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് ഈ നടപടി. ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലാണ് കേസെടുത്തത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട അഭിഭാഷകനാണ്, അതിൻ്റെ നേതാവാണ് അഡ്വക്കേറ്റ് വി.എസ്. ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിൻ്റെ അറസ്റ്റാണല്ലോ കോടതി തടഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ലൈംഗിക പീഡന കേസിലാണ് ലോയേഴ്സ് കോൺഗ്രസ് നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് വി.എസ്. ചന്ദ്രശേഖരന്റെ അറസ്റ്റ് എറണാകുളം ജില്ലാ സെഷൻസ് കോടതി തടഞ്ഞിട്ടുള്ളത്. സെപ്റ്റംബർ 3 വരെയാണ് അറസ്റ്റ് തടഞ്ഞത്. മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചുകൊണ്ടായിരുന്നു അറസ്റ്റ് തടയണമെന്നുള്ള ആവശ്യം ചന്ദ്രശേഖരൻ കോടതി മുന്നോട്ട് വെച്ചത്. നേരത്തെ ആലുവ സ്വദേശിനിയായിട്ടുള്ള നടി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു. ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടായിരുന്നു ചന്ദ്രശേഖരനെതിരെ കേസെടുത്തത്. തുടർന്ന് ചന്ദ്രശേഖരൻ പദവികൾ രാജിവെച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. KPCCയുടെ നിയമവിഭാഗം അധ്യക്ഷനായിട്ടൊക്കെ തുടരുന്ന സാഹചര്യത്തിലായിരുന്നു ഈ നടി ഇത്തരമൊരു ലൈംഗിക ആരോപണവുമായിട്ട് രംഗത്ത് വന്നത്. ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനുമായിരുന്നു. ഈ ഒരു ആരോപണം ഉയർന്നതിന് തൊട്ട് പിന്നാലെ തന്നെ അദ്ദേഹം ഈ പദവികളൊക്കെ തന്നെ രാജിവെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ ഈ കേസിൽ സെപ്റ്റംബർ 3 വരെ ചന്ദ്രശേഖരന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 3-ന് മുൻകൂർ ജാമ്യ ഹർജി കോടതി വീണ്ടും കേൾക്കുന്നുണ്ട്. അതായത് ഈ ആലുവ സ്വദേശിയുടെ പരാതി എന്ന് പറയുന്നത് ഈ ലൈംഗികമായിട്ട് വഴങ്ങണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രൊഡ്യൂസറുടെ മുന്നിലേക്ക് ഈ ചന്ദ്രശേഖരൻ തന്നെ പറഞ്ഞയച്ചു എന്നുള്ളതായിരുന്നു ആലുവ സ്വദേശിനിയായിട്ടുള്ള നടി ഉന്നയിച്ച ആരോപണം. എന്തായാലും നിലവിൽ ഈ കേസിൽ ചന്ദ്രശേഖരന്റെ അറസ്റ്റ് കീഴ്ക്കോടതി തടഞ്ഞിരിക്കുകയാണ്. വിനോദ്. അതെ രേഷ്മ, ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന പരാതിയിന്മേൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ 3 വരെ എറണാകുളത്തെ കോടതി തടഞ്ഞിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.